എട്ടാമത്തത് അൽ ഇഖ്സാറു മിന ദുആഇ വൽ ഇസ്തിഗ്ഫാരി ലഹുമാ. ഉപ്പാക്കുമാക്കും നമ്മൾ ദുആർക്കണം എപ്പോഴും. മാതാപിതാക്കൾക്ക് ദുആ ഇല്ലാത്ത മക്കൾക്ക് ഭാവിയിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്നാ ഷർവാനി ഇമാം എഴുതി വെച്ച്. അവർക്ക് ദാരിദ്ര്യത്തിന് സാധ്യത ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉപ്പാക്കും ഉമ്മാക്കും ദുആർന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ ഈ ദുആ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കല്? ഇവിടെ വെറുതെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, മാതാപിതാക്കൾക്ക് 5 വക്ത നിസ്കാര ശേഷം ദുആർക്കുന്നവർ എത്ര ഉണ്ട്? നിങ്ങളെ പ്രതികരണം എനിക്കറിയും. എന്തായിരിക്കും? താഴേക്ക് നോക്കിയിട്ട് ചെരുപ്പ് കാണുന്നില്ലല്ലോ, കുറേ നേരം അടുത്ത പോയിന്റ് എത്തുന്നവർ നിങ്ങൾ ഇങ്ങോട്ട് ആരും നോക്കൂല. മാതാപിതാക്കൾക്ക് എപ്പോഴും ദുആർക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ, ഉപ്പാരുമാരും പൊരുത്തം കിട്ടാൻ അതൊരു കാരണമാകും. 9 ഇദാ കാന ഇൻദഹുമാ ളൈഫുൻ. ഉപ്പാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് അതിഥി ഉണ്ട് എന്ന് കരുതുക. മൂത്തമ്മ വന്നിട്ടുണ്ട്, ഇളയമ്മ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാതിലിന്റെ അടുത്ത് അടുത്ത് പോയിട്ട് കരുത്. വാതിലിന്റെ അടുത്ത് എന്തിനാന്ന് കിതാബിൽ പറയുന്ന കാരണം എന്താ പറയാ? ഉമ്മ ചിലപ്പം പുരികം കൊണ്ടോ കണ്ണുകൊണ്ടോ ആക്ഷൻ കാണിക്കും. വീട്ടിലൊന്നുമില്ല, മുട്ടിയും ബ്രെഡും വാങ്ങിയിട്ട് വരീന്നെങ്ങാനും പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ വേഗം കിച്ചന്ന് ചായ കാപ്പി എടുത്തിട്ട് വരീന്ന് പറയാനായിരിക്കും. അതുകൊണ്ട് അടുത്തു പോയി നിൽക്കാതെ ദൂരത്ത് നിന്നിട്ട് ഉപ്പ എന്താണ് ഉമ്മ എന്താണ് പറയുന്നത് എന്ന് മെല്ലെ നോക്കുക, നിരീക്ഷിക്കുക. അതൊരു അദബുള്ള മക്കളുടെ ജീവിത ചിട്ടയാണെന്ന കിതാബ് പറയണം. 10 അൽ അമലു മാ യുസിറുഹുമാ മിൻ ഗൈരി അൻ യഅ്മുറാ അൽ വലദ ബിഹി. ഉപ്പിയുമ്മയും കൽപ്പിക്കാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. സർപ്രൈസ് ആയിട്ട് സമ്മാനം വാങ്ങി കൊടുക്കാം. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നാലിന്ന ഫ്രൂട്ട് ഐറ്റം, പേരക്ക, ആപ്പിള്, സിട്രസ്, ഓറഞ്ച്, റുമ്മാൻ, എന്തെങ്കിലും അത് 2 കിലോ വാങ്ങും. ഇത് മുറിച്ചു കൊടുക്കുക. ഞാൻ ഭക്ഷണം കഴിച്ചതാണ്, മോൻ കൊണ്ടുവന്നോണ്ട്. അങ്ങനെ കണ്ട ഉമ്മാക്കൊരു സന്തോഷം. ആ സന്തോഷത്തിൽ കിട്ടുന്ന ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത്? അയക്കുറ മീൻ. അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഉപ്പാക്ക് വാങ്ങും. ഉപ്പ എന്താ ഇത്? ആ ചിരിയിലെല്ലാം ഉണ്ട് സത്യത്തിൽ. അവർ കൽപ്പിക്കാതെ തന്നെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉമ്മ ഇശാ നിസ്കാരത്തിന് കയറിയപ്പോൾ കിച്ചന് മൊത്തം വൃത്തിയാക്കി, പാത്രം മൊത്തം വൃത്തിയാക്കി, ഡ്രസ്സൊക്കെ അലക്കി ഉണക്കാനിട്ട് ഇതാരാണ് ഫാത്തി, നീ ഇതെന്തിനാ പറഞ്ഞ? അത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. നമ്മളെ ഭാര്യനെ അത് ശരിക്കും പഠിപ്പിക്കണം. ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ കുറച്ചൊക്കെ കിതാബ് ഓതിയിട്ട് വീട്ടിൽ പണിയെടുക്കൽ നിർബന്ധമൊന്നും ഇല്ലാന്നല്ലേ ഷാഫി ഫിഖ് എന്നൊക്കെ വളരെ സ്റ്റൈലായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം പഠിച്ച ആൾക്കാർക്ക് ആ ദുരന്തം വരുന്നുണ്ടോ എന്നൊരു ഭയം, ഒരു പേടി. അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇൽമ പഠിക്കുന്നതിനനുസരിച്ച് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കല്ലേ വേണ്ടത്? അതല്ലേ വേണ്ടത്? അതല്ലേ വേണ്ടത്? മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ ചെയ്യണം. സാധാരണ ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചാൽ, സാധാരണക്കാരനായ ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചാൽ തന്നെ നമുക്ക് അർശിന്റെ തണൽ കിട്ടും, മലക്കളുടെ ദുആ ലഭിക്കും. ഏറ്റവും നല്ല അമല് ചെയ്ത ആളായിട്ട് ഏടിൽ എഴുതപ്പെടും. ആഖിറത്തിൽ കൈച്ചലാവും, ഈമാനോടെ മരിച്ചു കിട്ടും. എന്തെല്ലാം ഓഫർ ഉണ്ട് ഇദ്ഖാലു സുറൂറി ഫീ ഖൽബിൽ മുഅ്മിൻ എന്ന നന്മക്ക്. എത്ര ഈച്ചക്ക് മഷി കൊടുത്തതിന്റെ പേരിൽ, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ, ദോഷങ്ങൾ പുറത്തു കൊടുത്ത, ദറജ വർദ്ധിപ്പിച്ച എത്ര ചരിത്രങ്ങൾ കിതാബിലുണ്ട്. സാധാരണ ഒരു പൂച്ചന്റെ തണുപ്പകറ്റിയതിന്റെ പേരിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട കഥയില്ലേ കിതാബില്? ഇല്ലേ? ഉണ്ട്. ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചാലോ? അപ്പൊ പിന്നെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന ആൾക്ക് എങ്ങനെ സ്വർഗം കിട്ടാണ്ടിരിക്കുക? അവരെ സന്തോഷിപ്പിക്കും. അല്ലെങ്കിലും ഈ സമ്മാനങ്ങൾ എന്ന് പറയുന്നതിന് വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമില്. തഹാദു തഹാബു എന്നാണ്. സമ്മാനങ്ങൾ നിങ്ങൾ പരസ്പരം കൈമാറൂ, നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കും. ഭാര്യക്ക് നല്ല സമ്മാനം കൊടുക്കുന്ന ഭർത്താവ് ആവണം. എന്തെങ്കിലും വേണ എന്ന് ചോദിച്ചാൽ അവർ വേണ്ടാന്ന് തന്നെ പൊതുവെ അവർ റെഡിമെയ്ഡ് മറുപടി പറയുള്ളൂ. എന്നാലും അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചോക്ലേറ്റ് ഐറ്റമോ ഐസ്ക്രീമോ എന്താണോ ഡ്രസ്സോ, ഓരോരാളും ഓരോ വൈബായിരിക്കും, അത് വാങ്ങിക്കൊടുക്കും.
വീട്ടിലേക്ക് മുളക് പൊടി, ചായപ്പൊടി, മൈദപ്പൊടി, സാമ്പാർ പൊടി, മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം എല്ലാം കിച്ചണിലോ സ്റ്റോർ റൂമിലോ വെച്ചതിന് ശേഷം ഭാര്യനെ വിളിക്കുക ഭർത്താവ്, ഇങ്ങോട്ടോ അതെ ഇങ്ങോട്ട് വാ മോളെ. അങ്ങനെ കീശേന്ന് വലിയൊരു ചോക്ലേറ്റ് ഇതാ കേടാ. അത് അവര് സന്തോഷിക്കുന്ന ഒരു കോലാണ്, സത്യത്തിൽ സന്തോഷിക്കുന്ന കോല. ഇത് ചെറുപ്പക്കാർക്കുള്ള വയലാണ് ഉസ്താദ് ഇന്ന് കാര്യമായിട്ട് പറഞ്ഞതെന്ന് പ്രായമുള്ളവർ പറയണ്ട. ഇതെല്ലാവർക്കും ബാധകമായ നിയമം. നിങ്ങൾ ചെയ്താലേ ഏറ്റവും കിടിലൻ റിസൾട്ട് ഉണ്ടാവും. 3 ദിവസം മന്തി തുടർച്ചയായിട്ട് കിട്ടും. അതിന്റെ റിസൾട്ട് ഒന്നോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവും മനുഷ്യന്മാർക്ക് അവര് പ്രതീക്ഷിക്കാണ്ട് ഒരു സമ്മാനം കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സമ്മാനം. ഇസ്ലാമില് ഈ തഹാദു തഹാബു എന്ന ഹദീസിനെ വിശദീകരിക്കാനായിട്ട് ഒരു കിതാബുണ്ടല്ലോ, കണ്ടില്ലേ? ഒരു കിതാബുണ്ട് അതിന്. അങ്ങനെ തന്നെ ആ കിതാബിന്റെ പേരും. ഒരാള് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഹലാലായ പണം കൊണ്ട് ഒരു സമ്മാനം വാങ്ങി തന്നാൽ അത് വാങ്ങിയില്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ ആ സമ്മാനം വാങ്ങലാണ് അഫ്ളൽ എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തഹരീറുൽ മഖാലിൽ എഴുതി വെക്കുന്നുണ്ട്. വാങ്ങണം, വേണ്ട വേണ്ട വേണ്ട, ഞാൻ പൊതുവെ അത് അങ്ങനെ നന്ന് ഓവറാക്കണ്ട കേട്ടോ. വാങ്ങണം വാങ്ങണം. ആരടുത്തുനിന്ന് ഒന്നും കിട്ടാൻ ആഗ്രഹിക്കരുത്, അത് ശരിയാണ്. നാളെയല്ലേ എൻ്റെ ഉപ്പ വരുന്നത് എന്നുള്ളത് ഒരു കിട്ടാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ്. സാഹിത്യത്തിൽ ആർത്തി കാണിക്കുന്ന പരിപാടിയാണ്. നാളെയല്ലേ എൻ്റെ ഉപ്പ വരുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എയർപോർട്ടിൽ കൂട്ടാൻ പോകണമെന്നല്ല, പെട്ടി പൊളിക്കുമ്പോൾ മെയിൻറ്റാക്കണേന്ന് അതിന്റെ അർത്ഥം. അതൊരു മോശം പരിപാടിയാണ്. നാളെയല്ലേ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട്. അതിന്റെ അർത്ഥം എന്നാ, ദീർഘായുസിന് വേണ്ടി നിനക്ക് ഞാൻ ദ്വാരുന്നു എന്നല്ല, പിന്നെ എന്തെങ്കിലും ട്രീറ്റ് കൊണ്ടുവരുമല്ലോ. അതൊന്നും ഒരു ശരിയില്ലാത്ത പരിപാടി. നമ്മൾ ആരടുത്തൊന്നും ഒന്നും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത്. വളരെ പൊരുത്തത്തോടുകൂടി ഒരാൾ തന്നാൽ ഈ പറഞ്ഞ 3 നിബന്ധനയോടുകൂടി അത് സ്വീകരിക്കലാണ് അഫ്ളൽ എന്ന് മഹാനവറുകൾ പറയുന്നു. അപ്പൊ ഉപ്പയും ഉമ്മയും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം.